അങ്ങനെ ഞങ്ങൾ മണ്ണുത്തി ഒല്ലുക്കര ഭാഗത്ത് സുംബ ക്ലാസ് ആരംഭിച്ചിട്ട് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ 2025 ഓണാഘോഷവും ആനുവൽ സെലിബ്രേഷനും ഒരുമിച്ച് അങ്ങോട്ട് നടത്താൻ തീരുമാനമായി. പലരും ചോദിച്ചു, ഓണായില്ലല്ലോ, നിങ്ങൾ ഓണാഘോഷം തുടങ്ങിയോന്ന്. ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങൾക്ക് ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ആനിവേഴ്സറിയും ഓണാഘോഷവും നേരത്തെ തന്നെ എല്ലാവരുടെയും ഒഴിവ് നോക്കി ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത്, ഓരോരുത്തർ ഓരോ വിഭവം ഉണ്ടാക്കി വൻ സദ്യ തന്നെ നമുക്ക് ഒരുക്കാമെന്ന്. അങ്ങനെ ഏകദേശം പപ്പടം, പഴം, പായസം അടക്കം 30 ഐറ്റം റെഡി. സാധാരണ സദ്യക്ക് 20 ഐറ്റം ഉള്ളപ്പോൾ ഞങ്ങളുടെ സദ്യക്ക് 30 ഐറ്റം റെഡിയായി. ഞങ്ങൾ ഗംഭീരമായൊരു സദ്യ തന്നെ ഒരുക്കി. പിന്നെ അങ്ങോട്ട് ആഘോഷമായിരുന്നു. തലേദിവസം മുതൽ പൂക്കളം ഒരുക്കാനും ക്ലാസ് അറേഞ്ച് ചെയ്യാനും എല്ലാവർക്കും ആവേശമായിരുന്നു. പിന്നെ ആവേശം 23-ാം തീയതി ശനിയാഴ്ച ആഘോഷത്തിൽ അങ്ങോട്ട് തകർത്ത് തിമിർത്ത് ആഘോഷിച്ചു. പാട്ടും ഡാൻസും ഗെയിമുകളും എല്ലാം ഉണ്ടായിരുന്നു. ഗെയിമിൽ ജയിക്കാനായിട്ട് 3 ട്രയൽ കൊടുത്തിട്ടും കള്ളക്കളി കളിച്ച് ജയിച്ച ടീമുകളാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പണി ഞാനും കൊടുത്തു. വേറൊന്നുമല്ല, വലിയ സമ്മാനം കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങി ചെറിയ സമ്മാനം മാറ്റി കൊടുത്തു. അല്ലെങ്കിൽ അടി പിന്നാലെ വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും നല്ല ഗെയിം ഉണ്ടായിട്ട് പങ്കെടുക്കാൻ പറ്റാതെ കൈയൊടിഞ്ഞിരുന്ന രഞ്ജുവിൻ്റെ വിഷമം കാണാതിരിക്കാനും പറ്റിയില്ല. അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഗ്രൂപ്പിൽ വന്നപ്പോൾ എല്ലാവരും, വരാൻ പറ്റാത്ത എല്ലാവർക്കും വളരെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവരാണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു സങ്കടം ഞങ്ങൾക്കുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആട്ടവും പാട്ടും കളികളും ഒക്കെ വൻ ആഘോഷം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഗംഭീര ക്ഷീണമായി. സദ്യ കഴിഞ്ഞു, പൂക്കളം കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞു. ഇതൊക്കെ ഒരുക്കാനും ഓടിച്ചാടി നടന്നവരും എല്ലാവരും ക്ഷീണിതരായി. ഇനിയൊന്ന് കിടന്നാൽ മതി എന്നൊരവസ്ഥയായി. അങ്ങനെ ഈ വർഷത്തെ ആഘോഷം ഞങ്ങൾ അങ്ങോട്ട് ഗംഭീരമായി ആഘോഷിച്ച് ക്ഷീണിതരായി കിടക്കുകയാണ്. ഇനി പുതിയൊരു ആഘോഷത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. ഇനി അടുത്ത ആഘോഷത്തിൽ വീണ്ടും കാണാം.